ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പുറമേ നല്ല മൊരാന്നിരിക്കുന്ന, അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവ എടുത്തിട്ട് അതിന്റെ പകുതി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ബാക്കി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈവിടാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് റവ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. എന്നാലേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കട്ടയായി പോവും. ഈ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം കറക്റ്റാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു സബോള വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 3 ഉണക്കമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവ മാത്രമാകുമ്പോൾ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന്റെ കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് പുറം ഭാഗം കിട്ടാനായിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഒരുപാട് ഇട്ട് കൊടുത്താൽ ഹാർഡായി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 കപ്പ് അളവിലുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് പോരാതെ വന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു റവയുടെ ആ ഒരു നനവോട് കൂടി തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് തണുത്തു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ആ ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. കൈ പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഈ മാവ് റെഡിയായി കിട്ടും. ഇപ്പോൾ ദാ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വടയുടെ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വടയുടെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ വേവാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഒരു ഭാഗം വെന്തതിന് ശേഷം പിന്നീട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ എത്ര എണ്ണയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും സമയം വരെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എന്നാലാണ് എല്ലാം ഒരുപോലെ റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരാന്നിരിക്കുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.